to our channel Amni and Vaiga. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗ്ലോബൽ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനാണ്. ഈ ഇയറിലെ ഫസ്റ്റ് വിസിറ്റാണ്. ടിക്കറ്റ് കൗണ്ടറിൽ അച്ഛൻ അവിടെ ടിക്കറ്റ് ഇട്ടിരിക്കുകയാണ്. എവിടെ അച്ഛൻ അറിയില്ല. നല്ല ടിക്കറ്റ് അച്ഛൻ അവിടെ ഉണ്ട്. ഗായ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഗായ്സ്. അപ്പൊ നമുക്ക് പോവാണ്. അച്ഛന് ടിക്കറ്റ് കൗണ്ടറിന് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, എന്താ അറിയില്ല. അപ്പോൾ വൈകു അത് മാഗ്നറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ചിട്ട് കൊടുക്കുന്നുണ്ട് വൈകുവിനെ. ഗ്ലോബൽ വില്ലേജിൻ്റെ 30 years ഓഫ് ആനിവേഴ്സറി ആണ് ഈ ഇയറിൽ. അതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്കായിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. വൈകക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഈ മാഗ്നറ്റ് തന്നെ 30 years ഓഫ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ളതാണ്. എൻട്രൻസിൽ നിന്ന് തന്നെ നമുക്ക് മനോഹരമായുള്ള കാഴ്ചകൾ തുടങ്ങുന്നുണ്ട്. ഇവിടെ ഹോഴ്സസും ഒരു വാട്ടറിന്റെ ഷോ ഒക്കെ നമുക്കിത് പുതിയതായിട്ടാണ് കാണുന്നത്. യുഎഇയുടെ നാഷണൽ ബേർഡ് ഫാൽക്കൺ ഒക്കെ ഈ വാട്ടർ ഡാൻസിന്റെ ചുറ്റുമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് ഒരു 1-2 ഫോട്ടോസ് ഒക്കെ എടുത്തു. മെയിനായിട്ട് ഗ്ലോബൽ വില്ലേജിൽ വന്ന ആൾക്കാർ ഈ ഫോട്ടോസ് എടുക്കലാണ്. കാരണം എവിടെ നോക്കിയാലും നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 30 years ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള തന്നെ ഒരു ഗ്ലോബൽ വില്ലേജിന്റെ കേക്ക് വെച്ചിട്ടുള്ള ഒരു സ്റ്റാച്യു ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ആളുകളും എന്തായാലും ആ സ്റ്റാച്യുവിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുള്ളതാണ്. നമ്മളും അതേപോലെ ഒന്ന് എടുത്തു. ഇത് ഇവിടുന്ന് നമ്മൾ എടുത്ത കാർഡാണ്. ഇതിൽ വെച്ചിട്ടാണ് നമുക്ക് വൈകക്കുട്ടീനെ കാർണിവൽസിലൊക്കെ ഓരോ റൈഡ്സിൽ കയറ്റാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് ഗ്ലോബൽ വില്ലേജിൽ അവൾ വരാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നത് തന്നെ അവൾക്ക് കാർണിവൽ സൈഡ് പോയിട്ട് എല്ലാ റൈഡ്സിലും കയറണം. അതിനു വേണ്ടിയിട്ടാണ്. അവളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ UAE ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവള് ഗ്ലോബൽ വില്ലേജ് തന്നെയാണ് പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു ഇയറിൽ മോർ ദാൻ 1 ടൈം നമ്മൾ എന്തായാലും ഗ്ലോബൽ വില്ലേജ് വരാറുണ്ട്. കാരണം മെയിനായിട്ട് മോളുടെക്ക് നല്ല ഇഷ്ടമാണ്. അവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞ സെക്ഷനിൽ തന്നെ ഫുഡ് സ്ട്രീറ്റുകളാണ്. ഓരോ കൺട്രീസിൻ്റെയും ഓത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡ്സ്, അവിടുത്തെ സ്പെഷ്യൽ ഫുഡ്സ്, അങ്ങനെ വെറൈറ്റി ഓഫ് കാര്യങ്ങളായിരിക്കും ഇവർ ഫുഡ് ഫീൽഡിൽ കൊടുത്തിരിക്കുക. ജ്യൂസസ്, ഷവർമ, അങ്ങനെ കബാബ്സ്, അങ്ങനെ വെറൈറ്റി നമുക്കറിയാത്ത ഒരുപാട് ഫുഡുകൾ ഉണ്ടായിരിക്കും. ചിലതൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷേ എല്ലാം ഒന്നും ചിലപ്പോൾ നമുക്ക് ഇഷ്ടാവില്ല. പിന്നെ ഇങ്ങനെ ഓരോ പവലിയോൺസ് ഉണ്ട്. ഇപ്പോൾ ഇത് സിറിയയുടെ പവലിയോൺ ആണ്. അപ്പോൾ സിറിയയുടെ മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ സ്പെഷ്യാലിറ്റീസും ആ സിറിയൻ പവലിയോണിൽ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ നോർമലി പവലിയോൺസിൽ കയറാറില്ല. ഫസ്റ്റ് 1 to 2 times ഒക്കെ വന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ എല്ലാ പവലിയോൺസിലും കയറി എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വർഷം പക്ഷെ നമ്മളിപ്പോൾ ഇപ്രാവശ്യം കയറുന്നില്ല. കാരണം ഓൾറെഡി ലേറ്റ് ആണ്. അപ്പോൾ നമ്മളുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ടാസ്ക് എന്നുള്ളത് വൈകവിനെ കളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളങ്ങനെ പോകുന്നത് തന്നെ കാർണിവൽ സൈഡിലേക്കാണ്. ബട്ട് നമുക്ക് ആ സൈഡിൽ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രണ്ട് ഗേറ്റിൽ കൂടെയാണ് നമ്മൾ കയറിയത്. അതുകൊണ്ട് നമുക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു സൈഡ് മുതൽ നെക്സ്റ്റ് എൻഡ് വരെ പോകാനുണ്ട്. ഇതൊരു ഗ്ലോബൽ വില്ലേജിൻ്റെ സെൻറ്റർ എന്നൊക്കെ ആയിട്ട് പറയാം. കാരണം ഇവിടെയാണ് ഇപ്പം നമ്മൾ കണ്ട മെയിൻ സ്റ്റേജ് ഉള്ളത്. ഓരോ കൺട്രീസിലെയും വെറൈറ്റി ഓഫ് ഡാൻസസ്, അവരുടെ ഡാൻസ് പെർഫോമൻസ് ആ സ്റ്റേജിൽ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ നേരെ പോകുന്നത് കാർണിവൽ സൈഡിലേക്കാണ്. പോകുന്ന വഴിയെല്ലാം ഈ ബലൂൺസും അങ്ങനെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന പല സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഈ തണുപ്പ് കാലത്താണ് ഗ്ലോബൽ വില്ലേജ് തുടങ്ങുന്നുണ്ടെങ്കിലും നല്ല തണുപ്പാണ് ഈ പ്രാവശ്യം. എന്നാലും തിരക്കിന് ഒട്ടും കുറവില്ല. പക്ഷെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. എന്നാലും അതൊരു വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് നല്ല ക്ലൈമറ്റിൽ, തണുത്ത ക്ലൈമറ്റിൽ ഈ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് തന്നെ നമുക്കൊരു നല്ലൊരു ഫീലിങ്സ് കിട്ടും. ഇപ്പോൾ എന്തൊരു ഡാൻസ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് മാംഗോസിൻ്റെ വെറൈറ്റി ഓഫ് ജ്യൂസസ്, ഷേക്സ്, അങ്ങനെ നമുക്കറിയാത്ത എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട്. നമ്മളതൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ കാർണിവൽ സൈഡിലേക്ക് അവള് അച്ഛനെയും കൈ പിടിച്ചിട്ട് വേഗം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ലേറ്റ് ആയി എന്നറിയാം, അതുകൊണ്ടാണ് എവിടെയും നിൽക്കാത്തത്. നമ്മൾ എത്തി. അപ്പൊ ഇതാണ് ഫസ്റ്റ് അങ്ങനെ ഞാനും വൈഗും കൂടി ഫസ്റ്റ് റൈഡിൽ കയറി. വൈഗുവിന് ഒരു കമ്പനി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും ഇതിലൊക്കെ കയറിയത്. പിന്നെ അവൾക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു ഹൗസിൻ്റെ പുറത്ത് കയറാനേ. പക്ഷേ ഇല്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അതിൽ കയറി ഇരിക്കുകയാണ്. നമ്മൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് കാണുന്ന ഒരു റൈഡിന്റെ സൈഡിലേക്ക് പോയി. അപ്പോൾ വിവേകേട്ടൻ നെക്സ്റ്റ് കയറണം എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ നമ്മളുടെ നെഞ്ചൊന്ന് പടച്ചു. നല്ല പേടി തോന്നും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വേട്ട അതിൽ കയറേണ്ട, കാരണം അതിൽ ഓരോ സീറ്റുകൾ തമ്മിൽ റോൾ ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിയായിപ്പോയി. അപ്പം അതുകൊണ്ട് പിന്നെ വിവേകേട്ടൻ അതിൽ കയറിയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ വിവേകേട്ടൻ എപ്പോഴെങ്കിലും അതിൽ കയറാതിരിക്കില്ല. പക്ഷെ അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും പേടിയാവും. പക്ഷെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ നമുക്ക് പുറത്തിറങ്ങിയാലേ അവരോട് തന്നെ ചോദിച്ച് അറിയണം. പക്ഷെ വിവേകേട്ടൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അവിടുന്ന് പോയിട്ട് അടുത്തത് ഏത് ഈവെന്റിൽ കയറാം എന്ന് നോക്കിയിട്ട് പോവുകയാണ്. വൈകു ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൽ കയറാം ഇതിൽ കയറാം എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അയ്യോ, ഈ കാണുന്ന കാറ് അതില് സിമ്പിളാണ്. കഴിഞ്ഞ പ്രാവശ്യം അവളെ കൂടെ കയറിയിട്ട് ഞാൻ ശരിക്കും പേടിച്ചതാണ്. പിന്നെ ഇത് കുറേ താറാവുകളുണ്ട്. ഈ താറാവുകളുടെ എടുക്കണതിനനുസരിച്ച് നമുക്ക് അതിലെ പാവകൾ ടോയ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. അങ്ങനെയാണ്. പിന്നെ അടുത്ത് നമ്മൾ നേരെ ചെന്നത് ഇങ്ങനെ ഒരു റൈഡിലേക്കാണ്. ഇതിൽ വൈകുവിന് കയറണം വേണ്ടി എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ ചോദിച്ചു. പക്ഷെ അവളുടെ ഹൈറ്റ് ഒരു ഇഞ്ച് കുറവായത് കാരണം അവളെ കയറ്റിയില്ല. പക്ഷെ അവൾക്ക് അതിൽ കയറണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ റൂളല്ലേ, പിന്നെ അവര് അതിനനുസരിച്ച് ചെയ്യും. റൂൾസൊക്കെ നല്ലതാണ്, കാരണം ഇങ്ങനെ കുട്ടികളുടെ സെക്യൂരിറ്റി നോക്കിയിട്ടാണല്ലോ അവർ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് അടുത്തത് അവൾക്കൊരു കാർ ഡ്രൈവിന്റെ റൈഡ് കണ്ടു. അപ്പൊ അതിലേക്കാണ് പോകുന്നത്. അത് അവൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാവും. സിമ്പിളാണ്, കുട്ടികളെല്ലാവർക്കും അതിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ വൈകോ കുട്ടി അതിൽ കയറി അങ്ങനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കളർഫുൾ ട്രെയിനാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അവൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അവൾക്ക് പേടിയാവുമെന്നുള്ളത്. പക്ഷെ അവൾക്ക് പേടിയൊന്നും ആയില്ല. അവള് നന്നായിട്ട് തന്നെ ആ റൈഡ് അവള് കളിച്ചു. എല്ലാവരും ചെറിയ ചെറിയ കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതത്ര ഒരു റിസ്കി ഗെയിമൊന്നുമല്ല. അങ്ങനെ മോളൊറ്റയ്ക്ക് അതിൽ കയറി അവൾ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെയായിരിക്കുന്ന. അത് ഒരു ട്രെയിൻ പോലെയാണ് അവർ പോകുന്നത്. അതിൽ നോക്കാം അവൾ എങ്ങനെ പോകും നോക്കാം. പക്ഷെ അവൾ നന്നായിട്ട് തന്നെയാണ് പോയി. ഇത് അവൾക്ക് പേടിയൊന്നും ആയില്ല. കുട്ടികൾക്ക് പേടിക്കുന്നതൊന്നുമല്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ആയിരുന്നു അത്. എപ്പോഴാണെങ്കിലും കുട്ടികൾ ഒറ്റയ്ക്ക് ഇതിൽ കയറി പ്രാക്ടീസ് ചെയ്യണമല്ലോ, എല്ലാറ്റിലും ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അപ്പം ഇങ്ങനെ ചെറിയ ഇതിലൊക്കെ ഒറ്റയ്ക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അത് അവർക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുന്നത് തന്നെയാണ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ അവളെ ഒറ്റയ്ക്ക് കയറ്റി വിട്ടു. കാരണം അതിലുള്ള എല്ലാവരും കുഞ്ഞു കുഞ്ഞു പിള്ളേർ തന്നെയായിരുന്നു. പിന്നെ അതിൽ അത്ര പേടിക്കാനൊന്നുമില്ല. സിമ്പിളായിട്ട് അവർ ആ മുകളിൽ കൂടെ കയറുമ്പോഴൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചു പേടിക്കുന്നത്. പക്ഷെ അവൾക്ക് പേടിയൊന്നും ഉണ്ടായില്ല. അവള് നോർമലായിട്ട് കൂളായിട്ട് കയറിയിട്ട് വന്നു. പക്ഷെ പുറത്തിറങ്ങി വന്നു ചോദിച്ചപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പോയി പഠിക്കട്ടെ, ഒറ്റയ്ക്ക് എല്ലാറ്റിലും കയറി പ്രാക്ടീസ് ആവട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. പിന്നെ വളരെ സ്ലോ ആയിട്ടാണ് അത് പോകുന്നത്, അത്ര സ്പീഡിലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പേടിക്കാനുള്ളതൊന്നും അതിലില്ല.
എന്നാലും കുട്ടികളുടെ ഇതല്ലേ, ഒറ്റയ്ക്ക് പോവുക തന്നെ വേണം. പക്ഷെ അവള് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോയിട്ട് വന്നു. പിന്നെ ഒറ്റയ്ക്ക് ഒരു റൈഡ് കയറിയതല്ലേ, അതിന്റെ ഹാപ്പിനെസ് അവളുടെ ഫേസിലുണ്ട്. അല്ലെങ്കിലും അല്ലെ കസിൻസോ ആരെങ്കിലും ആയിട്ട് കൂടെ ഉണ്ടാവലുണ്ടല്ലോ റൈഡിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ ഞാനോ വിവേകേട്ടനോ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം അവള് ഒറ്റയ്ക്ക് ഒരു റൈഡിൽ ഒന്നിച്ച് കയറിയപ്പോൾ അവൾക്ക് അത് തിരിച്ചിറങ്ങി വന്നപ്പോൾ അവളുടെ മുഖത്തെ ഹാപ്പിനെസ് നമുക്ക് കാണായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയ സ്ഥലത്ത് നമ്മൾ ഒരുപാട് ഗോസ്റ്റ് ഹൗസുകൾ, അങ്ങനെ ഹൊറർ ഹോട്ടല്, ദ ലോസ്റ്റ് സിറ്റി, അങ്ങനെ ഒരുപാട് പേടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളത്. ഇതിലൊന്നും വൈഗക്കുട്ടീനെ കയറ്റാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളും കയറിയില്ല. വിവേകേട്ടൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഓരോന്നിൽ എന്താണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. പക്ഷേ ബിലോ 10 ഇയേഴ്സിനുള്ളവരെ അവർ എൻകറേജ് ചെയ്യിക്കുന്നില്ല, കയറ്റാൻ അവർക്ക് റൂള് അവരെ സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലം ഏതാണ് നമ്മൾ വൈഗക്കുട്ടിക്ക് പറ്റുക എന്ന് നോക്കിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വൈഗക്കുട്ടി അച്ഛനും നെക്സ്റ്റ് റൈഡ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വൈഗക്കുട്ടി ഇതിലേക്ക് അമ്മയുടെ കൂടെ നമുക്ക് രണ്ടാക്കും കയറാമെന്നൊക്കെ പറഞ്ഞു. അച്ഛനും വൈകും പറഞ്ഞു അമ്മയും വൈകും കൂടി കയറിക്കോ പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് അത്ര വലിയ ധൈര്യം ഇല്ലാത്തത് കൊണ്ടും അച്ഛൻ കയറട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടും അച്ഛനെ ഉന്തി വിട്ടു. അങ്ങനെ ഫസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചില്ലെങ്കിലും പിന്നെ അച്ഛൻ കയറി. കാരണം അത് പൊങ്ങി താഴ്ന്ന് കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു അച്ഛൻ കയറിയത് ബെറ്റർ ആയി എന്നുള്ളത്. കാരണം ഞാനാണെങ്കിൽ അതിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പൊങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൂക്കും. പിന്നെ അവളുടെ കൂടെ ഞാനാ കയറിയെങ്കിൽ ഞാൻ പേടിക്കുന്നത് കണ്ടിട്ട് വൈകുവിന് പേടിയാവും. അങ്ങനെ ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ വിവേകേട്ടൻ അതിൽ കയറിയത് തന്നെ നന്നായി എന്ന് പിന്നെ വിവേകേട്ടനും തോന്നി, വൈകുവിനും തോന്നി. കാരണം എനിക്കത് ഓൾറെഡി അറിയായിരുന്നു. കാരണം ഇത് പൊന്തും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് കുറച്ച് പേടിയുള്ളതാണെന്ന് എനിക്ക് പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ തോന്നി. കാരണം ഇത് മൂവ് ചെയ്യണത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും അത് എക്സ്പീരിയൻസ് ചെയ്ത് അവർ പുറത്തിറങ്ങി വന്നു. അങ്ങനെ ആ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ കിഡ്സിന് കുറേ പ്ലേ ഏരിയാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്ന്. പ്ലേ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ, ഫേസ് പെയിൻറ്റിങ്, അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ഇൻഫർമേഷൻ സെൻറ്ററിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു യൂറോപ്പ് പാവലിയോണിൻ്റെ ഫ്രണ്ടിലാണെന്ന്. അപ്പം നമ്മൾ അതിനെ എയിം ചെയ്തുകൊണ്ട് നമ്മൾ ആ കാർണിവൽ സൈഡിൽ നിന്ന് പോകുന്നു. വൈകുവിന് പറയുണ്ടായിരുന്നു അല്ല കാർണിവൽ കുറച്ചും കൂടിയും കയറാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു ഏതായാലും ഇൻസ്റ്റയിൽ കണ്ടതല്ലേ നമുക്കിതൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഓൾറെഡി നല്ല തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ യൂറോപ്യൻ പവലിയോണൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ നേരത്തെ കണ്ട സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ ഭാഗത്തു കൂടെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെയാണെന്ന്. എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അറ്റ് ലാസ്റ്റ് നമ്മൾ ആ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. അത് യൂറോപ്യൻ പവലിയോണിൻ്റെ ഈ വാട്ടർഫാൾസിൻ്റെ, ഈ കാണുന്ന വാട്ടർഫാൾസിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഒന്ന് നോക്കട്ടെ, എന്താന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ ഫേസ് പെയിൻറ്റിങ്ങിനാണ് കയറുന്നത്. നമുക്ക് കിട്ടിയത് ഒരു മലയാളി ചേച്ചീനെയാണ് കിട്ടിയത്. അപ്പോൾ ആ മലയാളി ചേച്ചി നമുക്ക് മോളുടെ ഫേസിൽ എന്താ വരയ്ക്കേണ്ടത്, ബട്ടർഫ്ലൈ വേണോ, ഹലോ കിറ്റി വേണോ, യൂണിക്കോൺ വേണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാനും വൈകും കൂടി സെലക്ട് ചെയ്തത് യൂണിക്കോൺ ആണ്. അപ്പം ആ ചേച്ചി നല്ല മനോഹരമായിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം ചിൽഡ്രൻ സിറ്റി പോയപ്പോൾ അവിടെ ഫേസ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു, ബട്ട് അതിൻ്റെ ടൈമിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വേഗം വന്ന് ഇങ്ങനെ ഫേസ് പെയിൻറ്റിങ് ചെയ്തു. ആ ചേച്ചി ഓരോന്ന് വരയ്ക്കുമ്പോഴും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വൈഗക്കുട്ടി മിററിൽ നോക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ എന്നുള്ളത് നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും ആ ചേച്ചി ഒരു 2 to 3 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ വരച്ചു കഴിഞ്ഞു. ഇത് ഇപ്രാവശ്യം മാത്രമാണ് ഈ ചിൽഡ്രൻസിന് ഇങ്ങനത്തെയൊക്കെ എൻകറേജ് ചെയ്യണ ഏരിയാസൊക്കെ നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസ്, അവരും ഹാപ്പി, നമ്മളും ഹാപ്പി.
അവരുടെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം. അങ്ങനെ വൈകുവിൻ്റെ ഫൈനൽ സ്റ്റേജ് ഓഫ് യൂണിക്കോൺ ഡ്രോയിങ് എത്തി. അറ്റ് ലാസ്റ്റ് അതിൽ കുറേ ഗ്ലിറ്ററിങ് ഒക്കെ ആ ചേച്ചി തേച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ഷൈനിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർ നമുക്ക് വരച്ചു തരും. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വൈകുട്ടിയുടെ പല പോസിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കി. വൈകു നെക്സ്റ്റ് ഏതിൽ കയറാമെന്നാണ് വൈകുവിൻ്റെ ചിന്ത. അങ്ങനെ നമ്മളൊരു ബോൾസ് എറിഞ്ഞിട്ട് ആ ബോക്സിലിടണം, അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ആ ഏരിയയിലേക്ക് പോയി. അപ്പോൾ ജസ്റ്റ് ഈ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു ഈ ആക്ടിവിറ്റി നടക്കുന്നുണ്ടായിരുന്നു. അതിൽ 3 പേരുള്ള ഓരോരോ ഗ്രൂപ്പുകളായിട്ട് അവർ ജൂനിയേഴ്സ് സീനിയേഴ്സായിട്ട് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിലും അവളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ അതും അവൾക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത് കുറച്ചും കൂടി വേറെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് കുറച്ചും കൂടി രസമായിട്ട് അവൾക്കും ഞങ്ങൾക്കും തോന്നി. അങ്ങനെ അവർ ഇത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ കുട്ടികളും എല്ലാം ഉണ്ട്. അങ്ങനെ അവർ ചെറിയ കുട്ടികൾ ഒരു പിങ്കും ബ്ലൂ ബോൾസും വെച്ചിട്ട് നന്നായി എൻകറേജ് ചെയ്യുന്ന ആൾക്കാരാണ്, ടീം ലീഡേഴ്സാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അവർ കുട്ടികളെ നന്നായി എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിത് ചെയ്യാനും അവർക്ക് നല്ല ഇൻട്രസ്റ്റോടെയാണ് അവർ ചെയ്യുന്നത്. അതിൽ വിന്നിങ് പ്രൈസ് അങ്ങനെയൊന്നുമില്ല, ബട്ട് കുട്ടികളുടെ ഒരു ഹാപ്പിനെസ് അതിൽ ഇട്ട് കഴിയുമ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസ് നമുക്ക് അവരുടെ ഫേസിൽ കാണാൻ പറ്റുമായിരുന്നു. കുറച്ച് നല്ല ഹൈറ്റിലുള്ള തന്നെയാണ്, എന്നാൽ പോലും അവർ എങ്ങനെയൊക്കെയോ വൈകുവായാലും അതിലേക്ക് എത്തി ഇടുന്നുണ്ട്. ഒരു വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ ഏരിയാസിലൊക്കെ ഒന്ന് പോയി കുട്ടികളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് കൊണ്ടുവരൂ. അപ്പോൾ അവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അതെന്ന് പറയണത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കണ്ട ഇവന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡ്സ് തിയേറ്റർ ആണ്. നമ്മൾ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് അത് ഫുള്ളായിട്ട് ഇരിക്കുന്നതാണ് കണ്ടത്. അപ്പം നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചത്. അപ്പോഴാണ് അതിൻ്റെ എൻട്രൻസിൽ ഓപ്പൺ ആയിട്ട് ആൾക്കാർ കയറി പോകുന്നത് കണ്ട് അത് പറഞ്ഞത് വൈകക്കുട്ടി അങ്ങോട്ട് ഫാസ്റ്റായിട്ട് ഓടിപ്പോയി. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കോമെലോണിൻ്റെ ഇപ്പോഴത്തെ നഴ്സിംഗ് സോങ്സ് ഒക്കെ ആണ് അവിടെ ഡാൻസ് പോലെ ചെയ്യുന്നുണ്ട്. അവരുടെ ആ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് ബനാനയുടെ ഡാൻസ്, കൊക്കോമെലോണ്, പെൻക്വിൻ്റെ ഡാൻസ്, അങ്ങനെ വെറൈറ്റി ഡാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ചെറിയ പിള്ളേർക്ക് കാണുമ്പോൾ തന്നെ അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കോസ്റ്റ്യൂംസ് ഇട്ട ആൾക്കാർ വന്നിട്ട് കുട്ടികൾക്കൊക്കെ ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കുട്ടികളുടെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതും 30 years ഓഫ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. കാരണം ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഗ്ലോബൽ വില്ലേജിൽ കാണുന്നത്. ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ വർഷം നമ്മൾ ചെല്ലുമ്പോഴും ഓരോ പുതിയ കാഴ്ചകളാണ് ഗ്ലോബൽ വില്ലേജ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിൽ ഈ ഇങ്ങനെ കിഡ്സിനെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഇപ്രാവശ്യം വെച്ചത് തന്നെ വളരെയധികം നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഇൻക്ലൂഡിങ് വൈഗു ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ഇവർ കളിക്കുന്ന സ്റ്റെപ്സും ഡാൻസും നോക്കിയിട്ട് ഒരുമിച്ച് നിന്ന് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികളിൽ നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന സാധനങ്ങളാണല്ലോ. അങ്ങനെ പല ഡാൻസുകളൊക്കെ കണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് വൈകക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ ഡാൻസുകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കണ്ടാലേ അറിയാം അവിടെ ഉള്ള ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ട മൈൻഡാണ് അവരുടെ ഫേസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ തിയേറ്ററിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ ഫുള്ള് ബബിൾസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് നേരം ആ ബബിൾസ് എവിടെ കണ്ടാലും എല്ലാ കുട്ടികളും കളിക്കുക. അതുപോലെ തന്നെ നമ്മളെ വൈകുവിനും ബബിൾസ് ഇഷ്ടമായി. കുറച്ച് നേരം അവൾ ആ ബബിൾസൊക്കെ പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരുന്നു. ബബിൾസ് പിടിക്കാനും ഒക്കെ നോക്കിയാണ്ട് കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ അവിടെ എന്തൊക്കെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണുമായിരുന്നു. ഇതാണ് കിഡ്സ് തിയേറ്ററിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ വേറെ പല ഇവൻറ്റുകളും ഉണ്ട്. പക്ഷേ
ഓൾറെഡി അത് 10:30 വരെയാണ് വർക്കിംഗ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. കാരണം നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ എക്സാക്ട്ലി എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഭാഗത്തേക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആയത്. ആദ്യം ഈ സൈഡിൽ വന്നിട്ട് പിന്നെ കാർണിവൽ സൈഡ് പോയാൽ കുഴപ്പമില്ലായിരുന്നു. കാരണം കാർണിവൽ രാത്രി കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് ഉണ്ടാവുമായിരുന്നു. പക്ഷെ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വൈകുവിനോട് പറഞ്ഞു നെക്സ്റ്റ് ടൈം വരുമ്പോൾ വൈകു നമുക്ക് നോക്കാം, ഇനി നമ്മൾ വരുമല്ലോ, അപ്പോൾ നമുക്ക് ബാക്കിയും കൂടിയും കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് പോന്നു. വീണ്ടും നമ്മളുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ സെൻറ്റർ ഭാഗത്തെത്തി. അപ്പോൾ സ്റ്റേജിൽ നല്ല പ്രോഗ്രാംസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏത് സമയത്തും സ്റ്റേജിൽ നല്ല പ്രോഗ്രാംസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡാൻസസൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ഗ്ലോബൽ വില്ലേജിൻ്റെ സ്റ്റേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതേപോലെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, ഒരു ടീമിൻ്റെ പെർഫോമൻസ് ആണ്. കുറേ പിള്ളേരുണ്ട്, പക്ഷെ അടിപൊളിയായിട്ട് ഭയങ്കര അവർക്ക് നല്ല എനർജി ആയിട്ടാണ് അവർ ആ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നു. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഓൾമോസ്റ്റ് 11 o'clock ഒക്കെ ആയി. അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് എന്ത് ട്രൈ ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ബൊസ്നാനിയൻ നമ്മൾ അപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതാണ് ട്രൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബൊസ്നാനിയൻ്റെ ഫുഡ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ പീസ് വെച്ചിട്ടാണ് അവർ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് ചേർക്കുന്നത്. അതവർ എന്തൊക്കെയോ മസാലയൊക്കെ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടേതായ രീതിയിലുള്ള കുക്കിങ്ങുകൾ, അത് നമുക്ക് അത്ര വലിയ ഐഡിയാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി കാണുകയാണ്. ഒരു ഓപ്പൺ കിച്ചൺ ആയത് കാരണം അവരെന്തൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. 2 കുബൂസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഈ മെയിൻ കോറായിട്ടുള്ള സാധനം ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് നമ്മൾ പല പ്രാവശ്യം ഇത് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇപ്രാവശ്യം ടേസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞ ലാസ്റ്റ് ഇയറിലും ഇതേ സെയിം സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് വേറെ സാധനങ്ങളായിരുന്നു ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഇത് ട്രൈ ചെയ്യണം എന്ന് തന്നെ ആദ്യം തന്നെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഗ്രില്ല് ചെയ്ത് ആയ പോലെ ഉണ്ട്. ഇനി അവർ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് ഇത് വെച്ച് അതിൻ്റെ കുറേ സോസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പാക്കിംഗ് ടൈമിൽ അവർ നമുക്ക് അതിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ്. അവർ ആ കുബൂസിൻ്റെ ഉള്ളിൽ അത് ഫില്ല് ചെയ്തു. എന്നിട്ട് അവർ നല്ല രീതിയിൽ റാപ്പ് ചെയ്തു. വീട്ടിൽ ഓക്കെ പറഞ്ഞ് നമ്മൾ ടാറ്റ പറഞ്ഞ് ഈ രാത്രി നമ്മൾ പോവാണ്, തിരിച്ചു പോവാണ്. നമ്മൾ റൂമിലേക്ക് നല്ല തണുപ്പായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ജാക്കറ്റ് ഒന്നും എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല തണുപ്പുണ്ട്. വൈകുട്ടി 2 ജാക്കറ്റ് എടുത്തുകൊണ്ട് വൈകുട്ടി സെറ്റായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അമ്മല്ലേ അമ്മ എനിക്ക് മണ്ടോ അവരൊന്നും ഇടിക്കാത്തോണ്ടല്ല അമ്മേന്റെ ചോറ് ഇട്ടിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ്റെ ഒരു പൂച്ചയ്ക്ക് കൊടുത്തു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം.